ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഡിസംബർ 7 തൊട്ട് 13 വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് എന്താണ്? ലേണു ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളതാണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും സൈറ്റിൽ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസ് പേപ്പർ നോക്കി എഴുതി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് വിത്ത് പിക്ചേഴ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് അംബാസിഡർ ബൈ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ? അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് അംബാസിഡർ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അതാണ് എന്ത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് അല്ലെ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അതിന്റെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് ആരെയാണ് നിയമിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആരെയാണെന്ന് അറിയാമോ? ദ റൈറ്റ് ആൻസർ ഈസ് ദീപിക പദുക്കോൺ, അപ്പോയിന്റഡ് ആസ് ദ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രീസ് ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് അംബാസിഡർ. ഓക്കെ, ആരാണ്? ദീപിക പദുക്കോൺ ആണ് ഫസ്റ്റ് മെന്റൽ ഹെൽത്ത് അംബാസിഡർ ഫോർ ഇന്ത്യ. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്താണ്? മിനിസ്ട്രി, ഏത് മിനിസ്ട്രിയാണ്? MOHFW, അതായത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ഇനി ഗോൾ ഇൻക്രീസ് മെന്റൽ ഹെൽത്ത് അവയർനെസ്, അതുപോലെ തന്നെ destigmatize mental illness and support national mental health initiative. So, who has been appointed as the Union Health Ministry's first mental health ambassador? The right answer is Deepika Padukone. അടുത്ത ചോദ്യം, where was the IUCN World Congress held? എന്താണ് IUCN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് IUCN എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN, ഇന്റർനാഷണൽ യൂണിയൻ. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, IUCN. അതിന്റെ അത് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. എവിടെ വെച്ചിട്ടാണ് നടന്നത്? അബുദാബിയിൽ വെച്ചിട്ടാണ് അല്ലെ. IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് എവിടെയായിരുന്നു? അബുദാബിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് കൺട്രി സോളാർ പവർ ജനറേഷൻ കപ്പാസിറ്റി ഹാസ് ടച്ചസ് ദ 125 gigawatt mark, making it the third largest solar energy producer? അപ്പോ വിച്ച് കൺട്രി, ഏത് രാജ്യത്തെ സോളാർ പവർ ജനറേഷൻ ആണ് ബിക്കം തേർഡ് ലാർജസ്റ്റ് സോളാർ എനർജി പ്രൊഡ്യൂസർ ആയിട്ട്, ലോകത്തിൽ തന്നെ തേർഡ് ലാർജസ്റ്റ് സോളാർ എനർജി പ്രൊഡ്യൂസർ ആയിട്ട് മാറിയത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജ്യത്തിന്റെ സൗരോർജ ഉൽപാദന ശേഷിയാണ് 125 ജിഗാവാട്ട് എന്ന മാർക്കിലെത്തിയിരിക്കുന്നത്? അങ്ങനെ മൂന്നാമത്തെ ലാർജസ്റ്റ് സോളാർ എനർജി പ്രൊഡ്യൂസർ ആയിട്ട് മാറിയിരിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ഇന്ത്യ ബിക്കംസ് തേർഡ് ലാർജസ്റ്റ് സോളാർ പവർ പ്രൊഡ്യൂസർ. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതാണ്, വേർ ഡിഡ് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ റീസെന്റ് ഇനാഗുറേറ്റ് ഡീപ് സീ ഫിഷിംഗ് വെസൽസ് അണ്ടർ PMMSY? അതായത് PMMSY എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഡീപ് സീ ഫിഷിംഗ് വെസൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതൊരു കൊമേഴ്സ്യൽ ഷിപ്പാണ്. ഇപ്പോ ഓഫ് ഷോർ ഫിഷിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന, ഡീപ് വാട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ ഷിപ്പാണ് ഈ ഡീപ് സീ ഫിഷിംഗ് വെസൽ എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഈ ഇടയ്ക്ക് ഇനാഗുറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. അത് മുംബൈയിലാണ് കേട്ടോ. മുംബൈയിലാണ്. PMMSY എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ റീസെന്റ് ഇനാഗുറേറ്റ് ദ ഡീപ് സീ ഫിഷിംഗ് വെസൽസ് അണ്ടർ ദ PMMSY at Magasan Dock in Mumbai. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് അറിയാമോ? അതായത് മുംബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്, ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനമാണ്, ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നു അല്ലെ. അതുപോലെ തന്നെ 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ്, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന നഗരമാണ്. ധാരാവി എന്നൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയില്. അതെവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. പിന്നെ ധാരാവി ചേരി അല്ലെ. അതുപോലെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലാണ്. INS കുഞ്ഞാലി അല്ലെ, നാവിക പരിശീലന കേന്ദ്രമായിട്ടുള്ള INS കുഞ്ഞാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ആര്യ സമാജം, PSC പഠിക്കുന്നവർക്ക് അറിയാം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം എന്നിവ രൂപീകരിച്ച സ്ഥലവും മുംബൈയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനം, ഇന്ത്യയുടെ കവാടം എല്ലാം മുംബൈ തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ?
ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, which state will the 5th edition of Khelo India University Games be organized? The right answer is Rajasthan. രാജസ്ഥാനിലാണ് 5th ഖേലോ ഇന്ത്യ അല്ലെ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് രാജസ്ഥാനിലാണ്. In which state will the 5th edition of Khelo India University Games be organized? The right answer is ഏതാണ് മക്കളെ? രാജസ്ഥാനാണ് അല്ലെ, രാജസ്ഥാനിൽ വെച്ചിട്ടാണ്. സോ രാജസ്ഥാനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്ന് പറഞ്ഞോളൂ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞോളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ഈ ആരവല്ലി എന്ന് പറയുന്നത് അല്ലെ. ഈ ആരവല്ലി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം, അത് ആരാണെന്നല്ല, ഏതാണ്? രാജസ്ഥാനാണ് അല്ലെ. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. പ്രാചീന കാലത്ത് ഈ രാജസ്ഥാൻ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് രജപുത്താന, മത്സ്യ എന്നീ പേരുകളായിരുന്നു. പിന്നീടാണ് അത് രാജസ്ഥാനായിട്ട് മാറിയത് കേട്ടോ. ഈ ഒലീവ് എണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം, ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒലീവ് എണ്ണ സംസ്കരണശാല ആരംഭിച്ച സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലായിട്ടുള്ള ഇന്ദിരാഗാന്ധി കനാൽ എവിടെയാണെന്നറിയോ? എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ് കേട്ടോ. ക്ലിയർ. ആറാമത്തെ ചോദ്യം കേട്ടോ. Which state became the first state in India to eradicate extreme poverty? അതായത് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എക്സ്ട്രീം പവേർട്ടി എന്ന് പറയുമ്പോൾ കടുത്ത ദാരിദ്ര്യം, ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ കടുത്ത ദാരിദ്ര്യം ഇല്ലാതായിരിക്കുകയാണ്. കടുത്ത ദാരിദ്ര്യം അല്ലെ, അതികഠിന ദാരിദ്ര്യം ഇല്ലാതിരിക്കുകയാണ്. അത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? The right answer is Kerala. Eradicated extreme poverty. Okay, Kerala became the first in India to eradicate extreme poverty, a milestone announced by the Chief Minister Pinarayi Vijayan on November 1st, 2025, marking the success of the state 4-year-long extreme poverty eradication program, EPEP. അല്ലെ, EPEP എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 4 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് EPEP എന്ന് പറയുന്നത്, എക്സ്ട്രീം പവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്തായി? our state become the first state in India to eradicate extreme poverty. അത് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്തത്? നവംബർ 1 2025 നവംബർ 1 ഡിക്ലെയർ ചെയ്തത് അല്ലെ. ദിസ് അച്ചീവ്മെന്റ് ഇൻവോൾവ് ഐഡന്റിഫൈങ് ആൻഡ് പ്രൊവൈഡിങ് എസെൻഷ്യൽ നീഡ്സ്, അതായത് എല്ലാവർക്കും, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ അത്യാവശ്യമായ കാര്യങ്ങൾ, ഫുഡ്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, to over 64,000 families previously living in extreme deprivation, establishing Kerala as a leader in human development. So Kerala become a leader in human development. Poverty തുടച്ചു നീക്കി എന്നുള്ളതല്ല കേട്ടോ, എക്സ്ട്രീം പവർട്ടി തുടച്ചു നീക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, കേരളം എന്തൊക്കെ കാര്യങ്ങളാ പറയാനുള്ളത്? സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിലാണ് അല്ലെ കേരളം ഉള്ളത്. കേരള is a beautiful state located on the southwestern coast of India. The state was formed on November 1st, 1956 ഫോം ചെയ്തത്. This makes it the 22nd largest state in India by size. സൈസില് 22ാമത്തെ വലിയ സംസ്ഥാനമാണ് കേരളം അല്ലെ. It shares its border with കർണാടകയും അതുപോലെ തമിഴ്നാടുമായിട്ടാണ്. കർണാടക to the north and തമിഴ്നാട് to the east. To the west it has the Lakshadweep Sea അല്ലെ. Kerala is the 13th most populated state ആണ് കേരളം എന്ന് പറയുന്നത്. It is divided into 14 districts and its capital city എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അല്ലെ. മലയാളം ഇതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. നിങ്ങൾക്കെല്ലാം അറിയാം, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് മാത്രം. സ്റ്റേറ്റ് സിംബൽസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ എലിഫന്റ് ആസ് എ സ്റ്റേറ്റ് അനിമൽ, ഗ്രേറ്റ് ഹോൺബിൽ ആസ് എ സ്റ്റേറ്റ് ബേർഡ്, കണിക്കൊന്ന golden shower tree as the state flower, coconut tree as the state tree, jackfruit as the state fruit, green chromate state fish, കരിമീൻ അല്ലെ. മലബാർ banded peacock state butterfly, ബുദ്ധമയൂരി, മലബാർ banded peacock ബുദ്ധമയൂരി, മലബാർ gliding frog as state amphibian, കഥകളി as state dance. So these are the state symbols of Kerala. അടുത്ത ചോദ്യം, which city has achieved a global acclaim after being officially recognized as the UNESCO Creative City of Gastronomy? UNESCO Creative City of Gastronomy. ഈ gastronomy കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ?
ഇറ്റ്സ് എ സയൻസ് ഓഫ് ഫുഡ് ഈറ്റിംഗ് എന്ന് പറയാം. അതായത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫുഡ് ആൻഡ് ദ കൾച്ചർ. ഭക്ഷണത്തിന്റെയും കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എന്ത് ഗ്യാസ്ട്രോണമി എന്ന് പറയുന്നത്. അങ്ങനെ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ലക്നൗ. ലക്നൗ ഈസ് ഇന്ത്യസ് എൻട്രി ടു യുനെസ്കോ ആസ് ദ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി അല്ലെ. ഇപ്പോൾ ലക്നൗ നെയ്മഡ് യുനെസ്കോസ് ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗ്യാസ്ട്രോണമി. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് ലക്നൗ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ നഗരമാണ്. ഈ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ലക്നൌവിലാണ് കേട്ടോ. അപ്പൊ ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ലക്നൗ അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ് കേട്ടോ. Okay, so which city has achieved global acclaim after being officially recognized as a UNESCO Creative City of Gastronomy? The right answer is Lucknow. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് മുന്നേ നമുക്ക് ലക്നൌവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ. ഉത്തർപ്രദേശിലെ തലസ്ഥാന നഗരമാണെന്ന് പറഞ്ഞു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ നഗരമാണെന്ന് പറഞ്ഞു. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ലക്നൌവിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറയാനുള്ളത് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ലക്നൌവിലാണ്, നാഷണൽ ഹെറാൾഡ് കേട്ടോ. അതുപോലെ തന്നെ ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം എവിടെയായിരുന്നു? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. 1916 കേട്ടോ. 1916 ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം. അത് എവിടെ വെച്ചിട്ടായിരുന്നു? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. 1916. അതേ വർഷം തന്നെയാണ്, 1916 തന്നെയാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് കോൺഗ്രസ് സമ്മേളനം നടന്നത്. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് കോൺഗ്രസ് സമ്മേളനം അതേ വർഷം തന്നെയാണ് നടന്നത്. ഈ ലക്നൌ സ്ഥിതി ചെയ്യുന്ന ഒരു നദീതീരത്തിന്റെ അടുത്താണ്. ഏതാണത്? ഗോമതിയാണ് കേട്ടോ, ഗോമതിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ലക്നൌവിൽ തന്നെയാണ് കേട്ടോ. അപ്പോ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ്. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. ആര്യവർത്തം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഏത്? ലക്നൗ അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം. ദ മെറൈൻ ഫിഷറീസ് സെൻസസ്, അതായത് MFC, KFC എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. MFC എന്താണ്? മെറൈൻ ഫിഷറീസ് സെൻസസ് ആണ്. 2025 വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സിറ്റി? ഏത് സിറ്റിയിലാണ് ഇത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ. മറൈൻ ഫിഷറീസ് സെൻസസ്, MFC, മറൈൻ ഫിഷറീസ് സെൻസസ് അല്ലെ, വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് കൊച്ചി. നാഷണൽ മറൈൻ ഫിഷറീസ് സെൻസസ് 2025, മറൈൻ ഫിഷറീസ് സെൻസസ് 2025 എവിടെയാണ്? കൊച്ചിയിലാണ് ലോഞ്ച് ചെയ്തത് കേട്ടോ. കൊച്ചിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ? ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നാണ് കൊച്ചി അറിയപ്പെടുന്നത് അല്ലെ. ക്യൂൻ ഓഫ് അറേബ്യൻ സീ. കൊച്ചി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? എറണാകുളത്തിന്റെ വ്യവസായിക തലസ്ഥാനമാണ് കൊച്ചി. എറണാകുളത്തിന്റെ ഒരു കോർപ്പറേഷൻ കൊച്ചിയാണ്. കേരളത്തിന്റെ ആദ്യത്തെ FM സ്റ്റേഷൻ കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ. ക്യൂൻ ഓഫ് ദ അറേബ്യൻ സീ എന്ന് മാത്രമല്ല, ഇമ്പോർട്ടന്റ് സ്പൈസ് ട്രേഡ് സെന്റർ ഫ്രം ദ 14th century, ഫസ്റ്റ് യൂറോപ്യൻ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ, പോർച്ചുഗീസ് 1503 എല്ലാം നടന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ജോഗ്രഫി, നാച്ചുറൽ ഹാർബർ പാർട്ട് ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് ഇൻക്ലൂഡ്സ് ഐലൻഡ്സ് ലൈക്ക് വില്ലിംഗ്ടൺ ഐലൻഡ്, ഇന്ത്യസ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ഐലൻഡ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആയിട്ടുള്ള വില്ലിംഗ്ടൺ ഐലൻഡ് എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കൾച്ചർ, കോസ്മോപൊളിറ്റൻ, മൾട്ടി കൾച്ചറൽ, റിലീജിയസ് ടോളറൻസ്, മിക്സ് ഓഫ് ഓൾഡ് വേൾഡ് ചാം ആൻഡ് മോഡേൺ ഡെവലപ്മെന്റ്. എക്കണോമി, കീ പോർട്ട്, കൊമേഴ്ഷ്യൽ ഹബ്, കോം ടു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവർ എയർപോർട്ട്. സോ ദീസ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് കൊച്ചി. കേരളത്തിൽ തന്നെ ഏക കയറ്റുമതി സംസ്കരണ മേഖല എവിടെയാണത്? കൊച്ചിയിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് നിലവിൽ വന്നത് 1969 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. Which city was ranked in India's dirtiest city in 2025 സ്വച്ഛ് സർവേക്ഷൺ? അതായത് സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായിട്ട് ഏറ്റവും നമ്മൾ വൃത്തിയുള്ള സ്റ്റേറ്റിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്, വൃത്തിയുള്ള സിറ്റിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വൃത്തി ഇല്ലാത്ത ആ റാങ്കിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏതാണ്? മധുരയാണ് കേട്ടോ.
Madurai, Tamil Nadu has been ranked as the dirtiest city in India out of 442 cities surveyed. According to Swachh Sarvekshan 2025 report, Madurai was ranked as the India's dirtiest city, scoring the lowest, followed by Ludhiana, Chennai, Ranchi, Bangalore in the list of major city. Dirtiest city Madurai score 4823 ആണ്. Next in line ആരാണ്? Ludhiana, Chennai, Ranchi, Bangalore. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, which is the only continent truly free of mosquitoes? Mosquitoes ഒന്നുമില്ലാത്ത കോണ്ടിനെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് എന്നറിയാമോ? അന്റാർട്ടിക്ക is mosquito free. എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻ ആണ് അവരെ mosquito free ആക്കി മാറ്റിയിരിക്കുന്നത്. No breeding grounds and the harsh environment makes Antarctica as a mosquito free continent. Clear? സോ നമ്മൾ ഡിസംബർ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് പറഞ്ഞെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.